പ്രിയപ്പെട്ടവരെ, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ മഞ്ഞപ്പിത്തം ഇന്ന് കുറ്റ്യാടി ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ ഹെൽത്ത് ബ്ലോക്കിന്റെ കീഴിൽ ഏറ്റവും വലിയൊരു ആരോഗ്യ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറിയ ശ്രദ്ധക്കുറവ് ഇനി വലിയൊരു വില നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ നൽകേണ്ടി വരും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അഥവാ പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഭേദം എന്ന അർത്ഥവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇതും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നേരിടേണ്ടത്. അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നം ഏറ്റവും നല്ല രീതിയിൽ ഫലവത്തായി എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും എന്നുള്ളത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കുറ്റ്യാടി ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിലെ ജനറൽ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ സന്ദീപാണ്. ആ കാര്യങ്ങൾ, ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ആരോഗ്യ പ്രശ്നം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് തടയിടാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയൂ. അത് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഞാൻ ആമുഖമായിട്ട് പറയുക. നമസ്കാരം, ഞാൻ ഡോക്ടർ സന്ദീപ്, കുറ്റ്യാടി താലൂക്ക് ഹോസ്പിറ്റലിലെ മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റ് ആണ്. കഴിഞ്ഞ ഏതാനും നാളുകളായി കുറ്റ്യാടി താലൂക്ക് ഹോസ്പിറ്റൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, നിങ്ങളെല്ലാവരും മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അസുഖം ഗണ്യമായി കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഒരുപാട് രോഗികൾ, കഴിഞ്ഞൊരു 3-4 മാസത്തെ കണക്കെടുത്താൽ തന്നെ 200-ലധികം രോഗികൾ നമ്മുടെ ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റായി ചികിത്സ കഴിഞ്ഞ് മടങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഏറ്റവും അധികം ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും ഇന്ന് കടന്നു പോകുന്നത്. ഏറ്റവും പ്രധാനം ഇതിൽ പ്രതിരോധം തന്നെയാണ്. അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്തെല്ലാമാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, രോഗത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം, ഇതെല്ലാമാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞു പോകട്ടെ, നമ്മളെല്ലാവരും മഞ്ഞപ്പിത്തം എന്ന അസുഖം എന്നാണ് പറയുന്നത്. സത്യത്തിൽ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, അതൊരു അസുഖ ലക്ഷണം മാത്രമാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന അസുഖമാണ്. മഞ്ഞപ്പിത്തത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഡി, ഇ, ഇതുകൂടാതെ എലിപ്പനി, ടൈഫോയിഡ് പനി, കരളിനെ ബാധിക്കുന്ന ക്യാൻസറുകൾ, കരൾ വീക്കം, അല്ലെങ്കിൽ മരുന്നുകൾ, മദ്യം, ഇതെല്ലാം മഞ്ഞപ്പിത്തം ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. ഇത് കൂടാതെ നമ്മൾ സാധാരണ കാണുന്നതാണ് പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, അതുപോലെ തന്നെ ഈ കോമൺ ബൈൽ ഡക്ട് സ്റ്റോൺ എന്ന് പറയും, അവിടെ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ, അതായത് പിത്തരസം ഒഴുകി പോകുന്ന ഭാഗത്ത് തടസ്സങ്ങൾ വന്നാൽ ഇതെല്ലാം മഞ്ഞപ്പിത്തത്തിന്റെ കാരണമാണ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു മഞ്ഞപ്പിത്തം വന്നു എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത് ഇന്ന അസുഖം തന്നെ ആവണമെന്നില്ല. ആ മഞ്ഞപ്പിത്തത്തിന്റെ കാരണങ്ങൾ പലതാണ്. അപ്പൊ വീണ്ടും പറയുന്നു, മഞ്ഞപ്പിത്തം ഒരു രോഗലക്ഷണം മാത്രമാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞപ്പിത്തം ഉണ്ടായാൽ, അതായത് നമ്മുടെ ത്വക്കിലോ നമ്മുടെ കണ്ണിലോ നമ്മുടെ മൂത്രത്തിലോ മഞ്ഞ നിറം ശക്തം കൂടുതലായി കാണുന്ന ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കുക തന്നെ വേണം. സ്വയം ചികിത്സ അരുത്. ഒരു ഒറ്റമൂലിയുടെ പുറത്തും നമ്മൾ പോകാൻ പാടുള്ളതല്ല. ആദ്യത്തെ കാര്യം പറയാനുള്ളത്, എന്താണ് ഈ രോഗം? നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, അതായത് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത്. അതൊരു വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന വൈറസാണ് ഇതിന് കാരണം ആകുന്നത്. മറ്റ് വൈറസുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഗണ്യമായി കൂടിക്കൊണ്ടിരിക്കുന്നത് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ അസുഖം നമ്മളിലേക്ക് വരുന്നത്? ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അസുഖം പകരുന്നത് മലമൂത്ര വിസർജ്യ വസ്തുക്കൾ വഴിയുള്ള സമ്പർക്കം വഴിയാണ്. അതായത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ഉള്ള ഒരാളുടെ ശരീരത്തിൽ നിന്നും ഈ വൈറസുകൾ അയാളുടെ മലമൂത്രത്തിലൂടെ, പ്രധാനമായിട്ടും മലത്തിലൂടെയാണ് പുറത്തേക്ക് കടക്കുകയും ഈ മലം മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളായിട്ടോ അല്ലെങ്കിൽ കുടിവെള്ള സ്രോതസ്സുകളായിട്ടോ ബന്ധം വരികയോ, അല്ലെങ്കിൽ ഈ മലവുമായി നമുക്ക് തന്നെ നേരിട്ടൊരു ബന്ധം വരികയോ ചെയ്താലാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ വൈറസ് കടക്കുകയും അങ്ങനെ അസുഖം പെട്ടെന്ന് വ്യാപിക്കുകയും അല്ലെങ്കിൽ പടർന്നു പിടിക്കുകയും ചെയ്യുന്നത്. ഉദാഹരണം പറയാം, ഇപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന അസുഖം ബാധിച്ച ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടും അവരുടെ മലമൂത്ര വിസർജ്യ വസ്തുക്കൾ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ടൊരു ബന്ധം വരും, അല്ലെങ്കിൽ അതിനടുത്ത് താമസിക്കുന്ന ഒരു സ്ഥലത്ത് കുടിവെള്ള സ്രോതസ്സുണ്ട്, അവിടേക്ക് ഈ വൈറസുകൾ കലരുന്നു. അല്ലെങ്കിൽ ഇവർ തന്നെ കൃത്യമായിട്ട് നല്ല രീതിയിൽ അല്ലാതെ കൈ കഴുകാതെ ആണ് മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഇപ്പോൾ മാങ്ങ അല്ലെങ്കിൽ നെല്ലിക്ക തുടങ്ങിയ സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ ഈ കൈ വൃത്തിയായി കഴുകുന്നില്ലെങ്കിൽ ഇവരത് കൈകാര്യം ചെയ്യുന്നതിലൂടെ ആ ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് ഈ വൈറസ് വരികയും അവ മറ്റുള്ളവർ കഴിക്കുമ്പോൾ അവരിലേക്ക് അസുഖം വരികയുമാണ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന അസുഖം പടരാനുള്ള കാരണം. ഇനി രോഗലക്ഷണങ്ങളിലേക്ക് കടക്കാം. സാധാരണ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കടന്നാൽ ഒരു 15 മുതൽ 45 ദിവസം വരെ ശരീരത്തിനുള്ളിൽ നിൽക്കുകയും എന്നിട്ടാണ് രോഗലക്ഷണങ്ങൾ തുടങ്ങുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രോഗലക്ഷണങ്ങൾ തുടങ്ങുന്നതിന്റെ ഏതാനും ദിവസങ്ങൾ മുമ്പ് ആണ് ഏറ്റവും അധികം മലത്തിലൂടെ ഈ വൈറസ് പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നത്. അപ്പൊ അത് വളരെ അപകടകരമായ കാര്യമാണ്. നമുക്കൊരു രോഗലക്ഷണം തുടങ്ങിക്കഴിഞ്ഞ് ഉള്ളതിനേക്കാളും രോഗലക്ഷണം തുടങ്ങുന്നതിന് മുമ്പ് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ആരും അറിയുന്നില്ല.
ഈ വൈറസ് മലത്തിലൂടെ പുറത്തേക്ക് വരുന്നു. ഈ വൈറസ് മറ്റുള്ള നേരത്തെ പറഞ്ഞ കാര്യങ്ങളായിട്ട് സമ്പർക്കം വരികയും മറ്റുള്ള ആളുകൾ ആ സമ്പർക്കം വരികയും ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുകയും ചെയ്യും. രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ആദ്യമായിട്ട് സാധാരണ ഒരു വൈറൽ പനി പോലെ ചെറിയൊരു പനി ഉണ്ടാകാം, ഓക്കാനം ഉണ്ടാകാം, വിശപ്പില്ലായ്മ ഉണ്ടാകാം, ഛർദി ഉണ്ടാകാം. അതിനുശേഷമാണ് പല ആളുകൾക്കും കുറച്ചൊരു മഞ്ഞപ്പ് ശരീരത്തിൽ കണ്ടു തുടങ്ങുന്നത്. ചിലപ്പോൾ കടലയ്ക്ക് ഒരു വീക്കം വരാം, നമ്മൾ വയറിന്റെ വലതു ഭാഗത്ത് ചെറിയൊരു വേദന വരാം. പരിശോധിച്ച് നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം, കരളിലൊക്കെ ചെറിയൊരു മാറ്റങ്ങൾ ചിലപ്പോൾ പരിശോധിച്ച് നോക്കാൻ ഡോക്ടറിനത് മനസ്സിലാവും. ഇത് കഴിഞ്ഞാൽ ആണ് ഒരു റിക്കവറി ഫേസ്. സാധാരണഗതിയിൽ 98% കേസുകളും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ശരിയായി വരുന്നതാണ്. പക്ഷേ ഇതിന്റെ ഒരു സിവിയറിറ്റി അല്ലെങ്കിൽ ഇത് മാരകമാവുന്നത് സാധാരണ 1% താഴെയുള്ള ആളുകൾക്കാണ്. പക്ഷേ അത്രയധികം കേസുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആ 1% എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ നമ്പർ വരും. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ കുറെ കോംപ്ലിക്കേഷനും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ സാധാരണ അതിന്റെ പെർസെന്റേജ്, അതിന്റെ ആ വ്യാപ്തി പൊതുവെ വളരെ കുറവാണ്. പക്ഷെ മാരകമാവുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത് സത്യം നമ്മൾ മറക്കാതിരിക്കണം. ഇനി രോഗലക്ഷണങ്ങൾ വന്നാൽ സാധാരണ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു ഡോക്ടറെ കാണണം. അത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നു. കാരണം നമ്മൾ സ്വയം ചികിത്സിക്കുമ്പോൾ ഒരു പക്ഷേ 98% സ്വയം മാറിപ്പോകുന്ന ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ അല്ല എങ്കിൽ അത് മാരകമായ ഒരു അസുഖത്തിലേക്ക് കാരണമായേക്കാം, മരണത്തിന് വരെ അത് കാരണമായേക്കാം. അതുകൊണ്ട് സ്വയം ചികിത്സ ദയവ് ചെയ്ത് വരുത്തും. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞ രോഗികളെ നമ്മൾ പരിശോധനകൾക്ക് വിധേയം നോക്കും. സാധാരണ ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കരളിന്റെ ടെസ്റ്റാണ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. അതുകൊണ്ട് PTI എന്ന ടെസ്റ്റ് പറയും. ഇതൊക്കെ ഡോക്ടർ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുക. ഇതോടൊപ്പം നമ്മൾ പറയുന്ന ഒരു ടെസ്റ്റാണ് IgM ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എലൈസ എന്ന് പറഞ്ഞൊരു ടെസ്റ്റും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഈ മഞ്ഞപ്പിത്തം, നമ്മൾ വന്നിരിക്കുന്ന മഞ്ഞപ്പിത്തത്തിന്റെ കാരണം വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ തന്നെയാണ് എന്ന് ഉറപ്പിക്കാനുള്ള ടെസ്റ്റാണ്. അത് നിർബന്ധമായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യാൻ പറയാറുണ്ട്. കാരണം IgM ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എലൈസ നെഗറ്റീവ് ആണ് എങ്കിൽ അതിനർത്ഥം വന്നിരിക്കുന്ന മഞ്ഞപ്പിത്തം ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ കൊണ്ടല്ല, അതിന് മറ്റു കാരണങ്ങളാണ് എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ അത് തീർച്ചയായിട്ടും ഇവാലുവേറ്റ് ചെയ്യണം. അതായത് അത് തീർച്ചയായിട്ടും അത് രോഗനിർണയം കൃത്യമായിട്ട് നടത്താം. കാരണം അത് ഒരു പക്ഷേ മാരകമായ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ആയി കൂടായികയില്ല. അപ്പൊ ആ ഒരു കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർമ്മിക്കട്ടെ. ഇനി ഇതിന്റെ ചികിത്സ എന്ന് പറയുന്നത് ഇത് സ്വന്തം തന്നെ സാധാരണ ഇതിൽ ഏറ്റവും സപ്പോർട്ടീവായിട്ട് ചികിത്സ കൊടുത്താൽ തന്നെ മാറാവുന്ന ഒരു അസുഖമാണ്. അസുഖം വന്ന ആളുകൾ നമ്മൾ പറയാന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് കുടിക്കാൻ പറയും, ഫ്രൂട്ട്സ് നന്നായിട്ട് കഴുകി ഉപയോഗിച്ചുള്ള ഫ്രൂട്ട്സ് നന്നായി കഴിക്കാൻ പറയും, പച്ചക്കറികൾ നന്നായി കഴിക്കാൻ പറയും, എണ്ണ വറുത്തത് പൊരിച്ചത് എണ്ണ പലഹാരങ്ങളൊക്കെ ഒഴിവാക്കാൻ പറയും, പ്രോട്ടീന്റെ അളവ് കുറയ്ക്കാൻ പറയും. അതായത് ചിക്കൻ, ഫിഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറയ്ക്കാൻ പറയും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ശരീരത്തെ ഏറ്റവും ലളിതമായി നടത്തുക. കാരണം നമ്മൾ ലോഡ് കൂടുതൽ കൊടുക്കുമ്പോൾ ദഹന പ്രക്രിയയ്ക്ക് കൂടുതൽ എനർജി വേണ്ടി വരും. കരളിലാണ് പ്രധാനമായിട്ടും ഇത് സഹായിക്കുന്നത്. ആ കരളിന് വേണ്ട റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഏറ്റവും ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ അസുഖത്തിന്റെ ഒറ്റമൂലി എന്ന് പറയുന്നത് ശരിയായ വിശ്രമമാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമ്മൾ ഒരുപാട് കാണുന്ന കാര്യമാണ്, ഇങ്ങനെ വരുന്ന സമയത്ത് എല്ലാ ആളുകളും ഒറ്റമൂലിക്ക് പുറകെ പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പൊ എത്രത്തോളം ശാസ്ത്രീയമാണ് എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എല്ലാ മഞ്ഞപ്പിത്തത്തിനും ഒറ്റമൂലിക്കാരെല്ലാം ചെയ്യുന്നത് മഞ്ഞപ്പിത്തം എന്നുള്ളതിന് ഒരു മരുന്ന് കൊടുക്കുക മാത്രമേ ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, മഞ്ഞപ്പിത്തത്തിന്റെ കാരണമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആ കാരണത്തിനനുസരിച്ചായിരിക്കണം തീർച്ചയായിട്ടും ചികിത്സ വേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സമീപം വളരെ പ്രധാനമാണ്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യാന്നുള്ളതും ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിലേക്ക് ചികിത്സാ രീതികളെ കുറിച്ച് പ്രധാനമായിട്ട് ഇതേ പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഭാഗമാണ് എങ്ങനെ നമുക്കിത് പ്രതിരോധിക്കാം. പ്രതിരോധം ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. നമുക്ക് വരാതെ നോക്കാം. അതിന് വ്യക്തി ശുചിത്വം നന്നായിട്ട് പാലിക്കുക. മലമൂത്ര വിസർജനത്തിന് ശേഷം നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് കൈ നന്നായിട്ട് കഴുകുക. സോപ്പ് ഉപയോഗിച്ച് കൃത്യമായിട്ട് കഴുകുക. ഏറ്റവും നന്നായി കൈ കഴുകേണ്ടത് എങ്ങനെയാണെന്ന് കോവിഡ് വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ കൈ വൃത്തിയായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഏറ്റവും നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ പരിസരം ഏറ്റവും വൃത്തിയായിട്ട് ഉപയോഗിക്കാം. മലിനജലം, അതായത് പ്രത്യേകിച്ചും ഈ മലമൂത്ര വിസർജ്യ വസ്തുക്കൾ നമ്മുടെ കുടിവെള്ള സ്രോതസ്സുമായി ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണുന്ന മേഖലകളിലെല്ലാം ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക. അത് കളരാൻ ഒരു രീതിയിൽ നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. നമ്മൾ പ്രത്യേകിച്ച് പറയാനുള്ളത് പുറത്തുനിന്നുള്ള ജ്യൂസുകൾ വാങ്ങി കുടിക്കാതിരിക്കുക. ഉപ്പിലിട്ട നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ കഴിയുന്നത് ഈ സമയത്ത് ഉപേക്ഷിക്കുകയാണ് നല്ലത്. കാരണം ആ വെള്ളം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ജ്യൂസ് ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം തിളപ്പിച്ച് വീട്ടിൽ തന്നെ ഉപയോഗിച്ച് ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പുറമേ നമ്മൾ കഴിയുന്നത് പറയുക. കാരണം നമുക്ക് അറിയാത്ത കാര്യം, ചിലപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കും ഉപയോഗിക്കുക. പക്ഷെ അതിലിടുന്ന ഐസ് ചിലപ്പം തിളപ്പിച്ചാറിയതായിരിക്കണമെന്നില്ല. അപ്പോൾ ഹോട്ടലിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം പലപ്പോഴും നമുക്ക് ചൂടുള്ള വെള്ളമായിരിക്കാം കിട്ടുക. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനം തിളപ്പിച്ച് നമ്മൾ പറയും ബോയിൽ ചെയ്യണം. 5 മിനിറ്റെങ്കിലും തിളച്ചു മറിയുന്ന വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ആ വൈറസ് നശിക്കുകയുള്ളൂ. അപ്പൊ അല്ലാത്ത പക്ഷം പലപ്പോഴും കാണാറുള്ള കാര്യം, ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് സാധാരണ വെള്ളം ഒഴിക്കുന്ന ഒരു പ്രവണത പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വൈറസ് നശിക്കുന്നതല്ല. അപ്പൊ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. അടുത്തത് പറയാനുള്ളത് വാക്സിനേഷനെ കുറിച്ചാണ്. വാക്സിനേഷൻ എന്തുകൊണ്ട് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ വീണ്ടും ഏറ്റവും പ്രധാനം അസുഖം വരാതെ നോക്കൽ തന്നെയാണ്. അതിന് ഏറ്റവും പ്രധാനം നമ്മുടെ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവുമാണ്. പക്ഷേ അതുകൊണ്ടും നമുക്ക് പറ്റുന്നില്ല എങ്കിൽ മരണത്തെ തടയാൻ നമുക്ക് മറ്റൊരു വഴി നമുക്ക് നോക്കാതെ വഴിയില്ല. വാക്സിനുകൾ വളരെയധികം ഫലപ്രദമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്.
വാക്സിനുകൾ എടുക്കുന്നതോടുകൂടി ഒരു 70%-ലേറെ ഈ വരുന്ന കേസുകൾ കുറയുന്നതായിട്ട് പഠനങ്ങൾ തന്നെ തെളിയിക്കുന്നുണ്ട്. ലോകത്തിന്റെ പല രാജ്യങ്ങളിലും അത് ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ട്. ഇതിനുള്ള വാക്സിനുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്, നമ്മുടെ നാട്ടിൽ ഉണ്ട്. 2 തരത്തിലുള്ള വാക്സിനുകളാണ് ഉള്ളത്. അതിൽ ഒരു വാക്സിൻ എന്ന് പറയുന്നത് ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻ എന്നാണ് പറയുന്നത്. അത് 1 ഡോസാണ് എടുക്കേണ്ടത്. മറ്റൊരു വാക്സിൻ എന്ന് പറയുന്നത് കിൽഡ് വാക്സിൻ. അത് 2 ഡോസ് എടുക്കുക. ആദ്യത്തെ ഡോസ് കഴിഞ്ഞാൽ 6 മുതൽ 12 മാസങ്ങൾക്കിടയിലാണ് രണ്ടാമത്തെ ഡോസ് എടുക്കുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ 20 മുതൽ 30 വർഷം വരെ ലഭിക്കുമെന്ന് പറയുന്നത്. ഇത്രയധികം സുരക്ഷിതത്വം നൽകുന്ന ഒരു വാക്സിൻ നമ്മൾ എന്തുകൊണ്ട് എടുക്കാതിരിക്കണം? പ്രത്യേകിച്ച് ഇത്രയധികം കേസുകൾ നമ്മുടെ നാട്ടിൽ ഗണ്യമായിരിക്കുന്ന ഒരു അവസരത്തിൽ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ കണക്കുകൾ നോക്കിയാൽ തന്നെ കാണാം, 1000 താഴെയാണ് ഒരു വർഷത്തെ കണക്ക് കേരളത്തെ സംബന്ധിച്ചുള്ളത്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അത് 25,000-ന് അടുത്ത് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന്റെ മരണനിരക്കും വളരെയധികം കൂടുന്ന നിരക്കിലാണ് കാണുന്നത്. കാരണം ഞാൻ പറയുന്നു, ഇത് മാരകമാവുന്നത് 1% താഴെയാണെങ്കിലും നമ്പർ കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള 1% എപ്പോഴും കൂടിയ നമ്പറാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാ സന്ദേശങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് രോഗത്തെ പ്രതിരോധിക്കാം, ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാം. ഒരു അസുഖങ്ങളൊന്നും ഇല്ലാത്ത വൈറൽ ഹെപ്പറ്റൈറ്റിസ് കാരണം ആരും മരണപ്പെടാത്ത, വൈറൽ ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം ആർക്കും വരാത്ത ഒരു സമീപകാലത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. എല്ലാവർക്കും നന്ദി.